നമസ്കാരം. റെസ്റ്റോറന്റ് കഫേ ബിസിനസ്സുകളെ ലാഭകരമാക്കാൻ ഇന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്തു തുടങ്ങാൻ കഴിയുന്ന 6 കിച്ചൺ ഹാബിറ്റുകളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. റെസ്റ്റോറന്റ് ബിസിനസ് നിങ്ങൾക്കറിയാം, 2 സെക്ഷനായിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യാറുള്ളത്. ഒന്ന് കിച്ചണും മറ്റൊന്ന് സർവീസ് ഏരിയയും. കിച്ചൺ എന്ന് പറയുന്നത് റെസ്റ്റോറന്റ് ബിസിനസിന്റെ 60% എപ്പോഴും പ്രവർത്തന സജ്ജമായി നിൽക്കുന്ന ഭാഗമാണ് കിച്ചൺ എന്ന് പറയുന്നത്. ഈ കിച്ചണിൽ നിങ്ങൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്താൽ തന്നെ റെസ്റ്റോറന്റ് ബിസിനസ്സുകളെ നിങ്ങൾക്ക് ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ കഴിയും. പല റെസ്റ്റോറന്റ് ഉടമകളും പറയുന്ന ഒരു കംപ്ലൈന്റ് എന്താണെന്ന് ചോദിച്ചാൽ, നല്ല ബിസിനസ് ഉണ്ട്, പക്ഷെ ലാഭം ഒന്നും എടുക്കാൻ കിട്ടുന്നില്ല. ഇവിടെയാണ് കിച്ചണിന്റെ പ്രാധാന്യം നിലനിൽക്കുന്നത്. കിച്ചണിൽ നിങ്ങൾ എത്രത്തോളം കൃത്യത പുലർത്തുന്നുണ്ടോ, എത്രത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ അനലൈസിസ് നിങ്ങളുടെ കിച്ചണിൽ നടക്കുന്നുണ്ടോ, നിങ്ങൾ നമ്പേഴ്സ് വെച്ചിട്ട് കിച്ചണിനെ നിങ്ങൾ വിലയിരുത്തി മുമ്പോട്ട് പോകുന്നുണ്ട് എങ്കിൽ കിച്ചണിൽ നിന്ന് നിങ്ങൾക്ക് ലാഭം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഇല്ല എങ്കിൽ നിങ്ങൾ എത്രത്തോളം ബിസിനസ് നിങ്ങൾ ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ലാഭമല്ല നേടിയെടുക്കാൻ കഴിയുക, നിങ്ങൾക്ക് നഷ്ടത്തിലേക്കാണ് നിങ്ങളുടെ ബിസിനസ് പോവുക എന്നുള്ളത് നിങ്ങൾ ഓർക്കേണ്ടതാണ്. കാരണം നിങ്ങൾ കൊടുക്കുന്ന ഒരു ഭക്ഷണ വസ്തുവിന്റെ വില നിങ്ങൾക്ക് വിൽപ്പന നടത്തുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ വർദ്ധിച്ചു വരാനുള്ള സാധ്യത വരെ കിച്ചണിൽ സംഭവിച്ചേക്കാം. ഇത് നമുക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനും അതിന്റെ വില നിലവാരം ഇത്രയാണ് ഉൽപാദന സമയത്ത് വന്നിരിക്കുന്നത് എന്ന് വിലയിരുത്താനും നമുക്ക് കഴിഞ്ഞെങ്കിൽ മാത്രമേ, നമ്മുടെ കീ പെർഫോമിംഗ് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് വിലയിരുത്താൻ കഴിഞ്ഞെങ്കിൽ മാത്രമാണ് നമുക്കതിന്റെ കൃത്യത പുലർത്തിക്കൊണ്ട് ലാഭം നേടാൻ വേണ്ടിയിട്ടുള്ള ആവശ്യമായ വിലയ്ക്ക് അത് വിൽപ്പന നടത്താൻ വേണ്ടി കഴിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കോമ്പറ്റേറ്ററുടെ വില നോക്കിയിട്ടോ മാർക്കറ്റ് പ്രൈസ് നോക്കിയിട്ടോ ഒക്കെ വിറ്റ് പോകുമ്പോൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന് ചിലപ്പോൾ അമിതമായ വില അല്ലെങ്കിൽ ചെലവുകൾ വന്നിട്ടുണ്ടാവും. ഈ ചെലവുകളെ നമുക്ക് തരണം ചെയ്യാൻ കഴിയാതെ പോകും. നമ്മളിത് അറിയില്ല, നമ്മളിത് വിൽപ്പന നടത്തിക്കൊണ്ടേയിരിക്കും. പക്ഷേ നമുക്ക് വരുമാനം വരുന്നത് ചിലവാകുന്നതിനേക്കാൾ കുറവാണെങ്കിൽ നമ്മുടെ ബിസിനസ് നഷ്ടത്തിലായിരിക്കും. അതല്ലേ ബിസിനസ് നെഗറ്റീവ് ക്യാഷ് ഫ്ലോ ആയിട്ടാണ് നിൽക്കുക. അപ്പൊ ഇത് നിങ്ങൾക്ക് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. ഒന്ന് സപ്ലയേഴ്സ് ആണ്, നമ്മുടെ വെണ്ടേഴ്സ്. നമ്മുടെ വെണ്ടേഴ്സിനെ കൃത്യമായിട്ട് നമുക്ക് വിലയിരുത്താൻ വേണ്ടിയിട്ട് കഴിയണം, ഇവരെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയണം. ചിലപ്പോൾ ചില റെസ്റ്റോറൻറ്റുകളൊക്കെ സ്ഥിരമായിട്ട് ഒരു വെണ്ടറിൽ നിന്നായിരിക്കും പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ മാർക്കറ്റിലെ പ്രൈസ് നമ്മൾ അറിയില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് കിട്ടുന്ന വിലയെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും അവർ നമ്മൾക്ക് വിൽക്കുന്നത്. പക്ഷെ ഇതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ഈ ഉൽപ്പന്നം ലഭിച്ച മറ്റൊരു വെണ്ടർ ഉണ്ടാവും, അവർ വില കുറച്ച് ഈ മാർക്കറ്റിൽ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഈ റെസ്റ്റോറന്റ് ഉടമ ഒരിക്കലും ഇത് മനസ്സിലാക്കുന്നില്ല, അറിയുന്നില്ല. ഇവരെപ്പോഴും അമിതമായ വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും അത് മാർക്കറ്റ് വിലയ്ക്ക് നമുക്ക് വിൽക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വരികയും ചെയ്യുന്ന സമയത്ത് ഈ റെസ്റ്റോറന്റിൽ നിന്ന് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഓരോ ഉൽപ്പന്നങ്ങളും അതിന്റെ ഫുഡ് കോസ്റ്റ് ഹൈ ആയിട്ട് നിൽക്കുകയും നമുക്ക് ലാഭം നേടാൻ കഴിയാതെ പോവുകയും ചെയ്യും. ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ സപ്ലൈസിൽ നമ്മൾ 3 സപ്ലൈസിനെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അവരിൽ നിന്ന് എപ്പോഴും നമ്മൾ വില നിലവാരം കൃത്യമായിട്ട് അറിയുകയും അവരുടെ ക്വാളിറ്റി അറിയുകയും ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഉൽപ്പന്നങ്ങളെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കിച്ചണിന് ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കണം. നമുക്കറിയാം, വീക്കിലി നമുക്ക് സൺഡേ മുതൽ സാറ്റർഡേ വരെയുള്ള ദിവസങ്ങളിൽ നമ്മുടെ കിച്ചണിൽ ഉണ്ടാകുന്ന ഉൽപാദനത്തിന്റെ അളവ് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും. ഇത് നമ്മൾ KPI ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഓരോ ദിവസത്തെയും ബിസിനസിനെ നമ്മൾ അനലൈസ് ചെയ്ത് അത് നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ലിസ്റ്റിൽ നമ്മൾ റിപ്പോർട്ട് തയ്യാറാക്കി വെക്കണം. ഇതിനനുസരിച്ച് ഓരോ ആഴ്ചയും നമ്മൾ പർച്ചേസിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് സാറ്റർഡേ എത്രത്തോളം പർച്ചേസ് വേണം എന്നുള്ളതിന് നമ്മൾ മുൻകൂട്ടി കാണാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം. ഒരു ബഡ്ജറ്റ് നമുക്ക് തയ്യാറാക്കി മുമ്പോട്ട് പോകാൻ വേണ്ടി കഴിയണം. ഇങ്ങനെ നമ്മൾ ഓരോ ദിവസത്തെയും ബിസിനസിനെ അനുസരിച്ച് നമ്മൾ ബഡ്ജറ്റ് തയ്യാറാക്കി അതിനനുസരിച്ചുള്ള പർച്ചേസും അതിനനുസരിച്ചുള്ള അവിടെയുള്ള ചിലവുകളെയും നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് നമുക്ക് ലാഭകരമാക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഇവിടെ സാധാരണഗതിയിൽ എന്താണോ നമ്മുടെ അടുക്കളയിൽ നിന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നത് അത് വാങ്ങി ഞാൻ കൊണ്ടുകൊടുക്കുക എന്നുള്ളതല്ലാതെ, ഏത് ദിവസമാണോ നമ്മൾ കച്ചവടം ചെയ്യുന്നത്, തിങ്കളാഴ്ചയാണെങ്കിൽ തിങ്കളാഴ്ച ആവറേജ് ബിസിനസ് എത്രയാണ് ഉണ്ടാവാറുള്ളത്, അതിന് എത്രത്തോളം ചെലവ് വരാറുണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയുമെങ്കിൽ, നമുക്ക് അമിതമായിട്ടുള്ള ഒരു ചെലവ് ഒരു തിങ്കളാഴ്ച വരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ബിസിനസിന്റെ ഡെവലപ്മെന്റ് വന്നിട്ടില്ല എങ്കിൽ നമുക്ക് അന്ന് അവിടെ പരിശോധിക്കാം എവിടെയാണ് നമുക്ക് കൂടുതൽ ചെലവ് വന്നത്. ഇങ്ങനെ നമ്മുടെ കയ്യിൽ ഒരു ബഡ്ജറ്റ് ഇല്ല എങ്കിലോ, നമ്മൾ എത്രയാണോ ആവശ്യപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ കിച്ചണിന് എന്തൊക്കെ ഉൽപ്പന്നങ്ങളാണോ ആവശ്യപ്പെട്ടത് അതൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുക്കും. പക്ഷേ അതിൽ നിന്ന് ഉൽപാദനം എത്രത്തോളം നടന്നു എന്ന് നോക്കുന്ന സമയത്ത് കഴിഞ്ഞ ആഴ്ചകളിലല്ല അതിന് മുമ്പുള്ള തിങ്കളാഴ്ചകളിലൊക്കെ നമുക്ക് കിട്ടിയിരുന്ന വരുമാനം ചിലപ്പോൾ അന്ന് കിട്ടിയിട്ടുണ്ടാവില്ല. അവിടെ നമുക്ക് ലോസ് ആണ് സംഭവിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ പരിശോധിക്കണം. നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ബഡ്ജറ്റ് സെറ്റ് ചെയ്ത്, കിച്ചണിൽ ഒരു ബഡ്ജറ്റ് സെറ്റ് ചെയ്ത് നമുക്ക് വീക്കിലി ആണെങ്കിലും ഡെയിലി ആണെങ്കിലും ഒരു ബഡ്ജറ്റ് സെറ്റ് ചെയ്തിട്ടുള്ള പർച്ചേസിലേക്കും ചെലവുകളിലേക്കും നമ്മൾ പോകണം. അതേപോലെ തന്നെയാണ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഒരു ഷെഡ്യൂൾ ഉണ്ടാവണം.
നമ്മൾ ഉൽപ്പന്നങ്ങൾ നമ്മളിപ്പോൾ ഒരു ബൾക്ക് കുക്കിംഗ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് എന്തൊക്കെ ഉൽപ്പന്നങ്ങൾ ആവശ്യമായിട്ട് വരുന്നുണ്ട്, അത് എത്രത്തോളം സമയം നമുക്ക് അതിന് ഉൽപ്പാദനത്തിന് ആവശ്യമായിട്ട് വരുന്നുണ്ട്, നമ്മുടെ ഗ്യാസിന്റെ ചെലവുകൾ, മറ്റുള്ള ഇലക്ട്രിസിറ്റി ചെലവുകൾ, വെള്ളത്തിന്റെ ചെലവുകൾ, ഇതൊക്കെ നമുക്ക് ഇതിലൂടെ നിയന്ത്രിക്കാൻ പറ്റും. നമുക്ക് കൃത്യമായിട്ട് ഒരു ഷെഡ്യൂൾ ഉണ്ടാവുക, നമുക്ക് 2 മണിക്കൂറിൽ ഇത് പൂർത്തീകരിക്കണം. അപ്പൊ ആ ഷെഡ്യൂളിനുള്ളിൽ അത്രയും സ്റ്റാഫിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഹെൽപ്പേഴ്സിനൊക്കെ അതിനാവശ്യമുള്ള സമയത്ത് മാത്രം അതിലേക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ആ പ്രിപ്പറേഷൻ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒരുപാട് ചെലവുകൾ കുറയ്ക്കാൻ പറ്റും. ഇങ്ങനെ നമുക്കൊരു ഷെഡ്യൂൾ ഇല്ലാതെ പോകുമ്പോൾ നമ്മൾ ബാക്കിയുള്ള തിരക്കുള്ള സമയങ്ങളിൽ ഇത്തരത്തിലുള്ള ബൾക്ക് പ്രിപ്പറേഷന് നിൽക്കുകയും തിരക്കുള്ള സമയങ്ങളിൽ നമുക്ക് ചെറിയ ക്വാണ്ടിറ്റി ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി അരക്കാട പോലുള്ള ഉൽപ്പന്നങ്ങളിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സമയം ഇല്ലാതെ വരികയും ചെയ്യുമ്പോൾ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് അല്ലാതെ പോവുകയും അത് ബിസിനസിനെ സാരമായിട്ട് ബാധിക്കുകയും ചെയ്യും. അപ്പൊ പ്രിപ്പറേഷൻ ഷെഡ്യൂൾ കറക്റ്റ് ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിലൂടെ നമുക്ക് ഒരുപാട് വേസ്റ്റേജ് കുറയ്ക്കാനും പറ്റും. ചില സമയങ്ങളിൽ നമ്മൾ കാണാറുണ്ട് അടുക്കളകളിലൊക്കെ ഓരോ ഉൽപ്പന്നങ്ങൾ കരിഞ്ഞു പോകുന്നതും അതേപോലെ തന്നെ പല രൂപത്തിൽ വേസ്റ്റ് ആയി പോകുന്നതും നമ്മൾ കാണാറുണ്ട്. ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ ഒരു പ്രിപ്പറേഷൻ ഷെഡ്യൂൾ ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഇങ്ങനൊന്നും സംഭവിക്കാതെ കൃത്യമായിട്ട് നമ്മുടെ ഉൽപ്പന്നങ്ങളെ നമുക്ക് മോണിറ്റർ ചെയ്തുകൊണ്ട് തന്നെ ഉൽപാദന സമയത്ത് കൃത്യത പുലർത്താൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയും. അതേപോലെ തന്നെയാണ് വേസ്റ്റേജിന്റെ ഒരു പ്രൊസീജിയർ നമുക്കുണ്ടാവണം. ഇന്ന് പല കിച്ചണുകളിലും വേസ്റ്റേജ് എത്രയാണ് എന്ന് ചോദിച്ചാൽ അവർക്ക് യാതൊരു ധാരണയും ഉണ്ടാവില്ല. എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേസ്റ്റേജ് വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും വേസ്റ്റേജ് ഒന്നും ഇല്ല എന്ന് പറയും. പക്ഷെ നമ്മൾ ഒരു കിലോ മീറ്റ് നമ്മൾ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ ഉപയോഗിക്കാൻ കഴിയാത്ത ചില പാർട്ടുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ അത് എത്ര ഗ്രാം വന്നിട്ടുണ്ട് എന്നുള്ളത് വേസ്റ്റേജ് നമ്മൾ കൃത്യമായിട്ട് ഓരോ ദിവസത്തെയും ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് കൊണ്ടുവന്ന ബീഫ് മീറ്റിൽ നിന്ന് എത്രത്തോളം വേസ്റ്റ് വന്നു, നാളെ കൊണ്ടുവരുന്ന മീറ്റിൽ നിന്ന് എത്രത്തോളം വേസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വേസ്റ്റ് കൂടി വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വെണ്ടേഴ്സിനെ നമുക്ക് അറിയിക്കാൻ നമുക്ക് കൃത്യമായിട്ട് കഴിയും. അത് കുറച്ച് കൊണ്ടുവരുവാൻ കഴിയും. ഇങ്ങനെ നമുക്ക് വേസ്റ്റേജ് എന്ത് ചെയ്യാം, വേസ്റ്റേജിന് ഒരു പ്രൊസീജിയർ കൊണ്ടുവരിക. എത്രത്തോളം വേസ്റ്റ് നമുക്ക് ഓരോ ദിവസവും വരുന്നുണ്ട്, ഏതെങ്കിലും ദിവസം വേസ്റ്റേജ് കൂടുന്നുണ്ടോ, അല്ലെങ്കിൽ അത് കുറച്ച് കൊണ്ടുവരുവാൻ വേണ്ടി നമുക്ക് എന്ത് നടപടി സ്വീകരിക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് കഴിയും. അതേപോലെ തന്നെയാണ് പോർഷൻ കൺട്രോൾ. ഇത് പല റെസ്റ്റോറന്റ് കിച്ചണുകളിലും തീരെ ശ്രദ്ധിക്കാതെ പോകുന്ന പാർട്ടാണ്. തിരക്ക് വന്നു കഴിഞ്ഞാൽ പോർഷനുകൾ ആരെങ്കിലും അതിൽ സെർവ് ചെയ്യുന്ന ആളുകൾ വന്ന് സെർവ് ചെയ്ത് അങ്ങ് പോവുകയാണ് ചെയ്യുക. അപ്പൊ ചില പോർഷനുകളിലൊക്കെ നമ്മൾ ഒരു ഉദാഹരണത്തിന് ഒരു ബീഫ് ഫ്രൈ നമ്മൾ സെർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പാത്രത്തിൽ കൃത്യത പുലർത്തിക്കൊണ്ട് നമ്മൾ ആ പാത്രത്തിൽ എടുക്കേണ്ട ബീഫ് ഫ്രൈ അല്ല എടുക്കുന്നതെങ്കിൽ ബീഫൊക്കെ വലിയ കോസ്റ്റ് വരുന്ന ഉൽപ്പന്നങ്ങളാണ്. അതിലൊരു 2 പീസ് എക്സ്ട്രാ കൂടുതൽ അതിൽ വന്നിട്ടുണ്ടെങ്കിൽ, എക്സ്ട്രാ വന്നു പോയിട്ടുണ്ടെങ്കിൽ ആ പോർഷൻ നമുക്ക് കൂടുതൽ നമ്മുടെ പോർഷനുകളുടെ എണ്ണം തികയ്ക്കാൻ നമുക്ക് കഴിയാതെ വരും. അപ്പൊ കൃത്യമായിട്ടുള്ള പോർഷനുകൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അതിന് റെസ്പോൺസിബിൾ പേഴ്സണെ നിർത്തിക്കൊണ്ട് തന്നെ അത്രയും ക്വാണ്ടിറ്റി തന്നെ നമുക്ക് ഓരോ തവണ പർച്ചേസ് ചെയ്ത ഉൽപ്പന്നങ്ങളിൽ നിന്ന് അത്രയും പോർഷൻ തന്നെ നമുക്ക് കൊടുക്കാൻ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ അനലൈസ് ചെയ്യേണ്ടതുണ്ട്. ഇതിന് കൃത്യമായിട്ട് നമുക്ക് സോഫ്റ്റ്വെയറുകളുടെ സപ്പോർട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. റെസ്റ്റോറന്റ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ 1 കിലോ മീറ്റ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ മീറ്റിൽ നിന്ന് എത്ര പോർഷൻ നമ്മൾ സെർവ് ചെയ്തു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും. ഇല്ല എങ്കിൽ നമുക്കൊരു ധാരണ ഉണ്ടാവില്ല. 1 കിലോ കൊണ്ടുവന്നു, കിട്ടിയിടത്തോളം നമ്മൾ സെർവ് ചെയ്തു, ബാക്കി എത്ര ഒരു അറിവും ഉണ്ടാവില്ല. അപ്പൊ പോർഷൻ കൺട്രോൾ ചെയ്തുകൊണ്ട് സെർവ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതേപോലെ തന്നെയാണ് നമുക്കൊരു ഹീറോ ഡിഷ് ഉണ്ടാവണം. എന്താണ് ഹീറോ ഡിഷ്? ഹീറോ ഡിഷ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ചെലവ് കുറച്ച് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നതും എന്നാൽ ഏറ്റവും കൂടുതൽ ലാഭം തരുന്നതുമായിട്ടുള്ള ഒരു വിഭവം നമ്മുടെ മെനുവിൽ ഉണ്ടാവണം. 1 or 2 വിഭവങ്ങൾ നമ്മുടെ മെനുവിൽ ഉണ്ടാവണം. ഇത് ആളുകൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മെനു ആയിട്ട് നമ്മൾ മാറ്റിക്കൊണ്ടുവരികയും വേണം. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല ലാഭം നേടിയെടുക്കാൻ വേണ്ടി കഴിയും. ഇതെങ്ങനെയാണ് ലാഭമാകുന്നത്? നമ്മുടെ ചില ഉൽപ്പന്നങ്ങൾ കോമ്പറ്റേറ്റഡ് ആയിട്ടുള്ള ചില ഐറ്റംസുകളിൽ നമുക്ക് ലാഭം കുറയും. ഈ ലാഭത്തെ ഈ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതോടുകൂടി നമുക്ക് എന്ത് ചെയ്യും, മറ്റ് കോമ്പറ്റേറ്റഡ് ഉൽപ്പന്നങ്ങളിൽ ലാഭം കുറയുന്നത് ഹീറോ ഡിഷസുകൾ വിൽക്കുന്നതോടുകൂടി നമുക്ക് ലാഭകരമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഹീറോ ഡിഷസുകൾ എന്തായാലും നിർബന്ധമായിട്ട് നമ്മുടെ മെനുവിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. ഇത് ഹീറോ ഡിഷസുകൾ കണ്ടെത്താനുള്ള ഏറ്റവും നല്ല മാർഗം നിങ്ങളുടെ കോമ്പറ്റേറ്ററിൽ ഇല്ലാത്ത ഒരു വിഭവത്തെ നിങ്ങൾ ഏറ്റവും ചെലവ് കുറച്ച് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു വിഭവത്തെ നിങ്ങൾ കണ്ടെത്തുകയും അത് നിങ്ങളുടെ കസ്റ്റമറുടെ മുമ്പിൽ ബ്രാൻഡ് ചെയ്യപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഹീറോ ഡിഷ് നിങ്ങളുടെ മെനുവിൽ വരികയും ആ മെനു എല്ലാവരും ഇഷ്ടപ്പെടുകയും അവന് കൂടുതലായിട്ട് വിൽപ്പന നടത്താൻ വേണ്ടി നിങ്ങൾക്ക് കഴിയുകയും ചെയ്യും. അപ്പോൾ അടുക്കളയിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുന്ന 6 ഹാബിറ്റുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിച്ചത്. 1, സപ്ലൈസിനെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക. 2, ബഡ്ജറ്റ് സെറ്റ് ചെയ്യുക, ഒരു കിച്ചൺ ബഡ്ജറ്റ് സെറ്റ് ചെയ്യുക. പിന്നെ 3-മതായിട്ട് ഒരു പ്രിപ്പറേഷൻ ഷെഡ്യൂൾ ഉണ്ടാവുക നിങ്ങൾക്ക്. 4-മതായിട്ട് വേസ്റ്റേജ് പ്രൊസീജിയർ നിങ്ങൾ പാലിക്കുക. 5-മതായിട്ട് പോർഷൻ കൺട്രോൾ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് സർവീസ് കൊടുക്കുക. 6-മത്തെ പോയിന്റ് ഒരു ഹീറോ ഡിഷ് നിങ്ങൾക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. താങ്ക് യു.